ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇഫ്താറിന് എല്ലാവരും എണ്ണയൊക്കെ കുറഞ്ഞിട്ടുള്ള പലഹാരങ്ങൾ ട്രൈ ചെയ്യാനായിരിക്കുമല്ലേ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എണ്ണ കുറഞ്ഞിട്ട് മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കണം. അതിലേക്ക് 2 സവാള നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ഈ മസാലേൻ്റെ കൂടെ ചേർക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ, തിന്നായിട്ട്. പിന്നെ വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മസാല വെച്ചിട്ട് ഓരോ സ്ലൈസ് മുട്ട വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ 2 സൈഡും കൂടി ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഒട്ടിയിരിക്കാനായിട്ട് കുറച്ച് മൈദ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി, മൈദയും വെള്ളവും കലക്കിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പാന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഇതിൻ്റെ 2 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ സിമ്പിൾ സ്നാക്ക് റെഡിയായി. അപ്പോൾ അധികം ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ് കേട്ടോ. പിന്നെ ബ്രെഡ് പരത്തുന്ന സമയത്ത് പൊട്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആവി കയറ്റിയിട്ട് ഇതുപോലെ പരത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.